നമസ്കാരം. ഡി ഫോർമാൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനശ്വരം എന്ന ജയനെക്കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ ജയൻ സാറിന്റെ 45ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് കേരളത്തിന്റെ വിവിധ ദേശങ്ങളിൽ നിന്ന് വന്നെത്തിയ, പ്രത്യേകിച്ച് കൊല്ലത്ത് ആൾക്കാർ വളരെ നിർലോഭമായിരുന്നു, കുറവായിരുന്നു. കാരണം എല്ലാ പ്രാവശ്യവും രസീത് കുറ്റിയായിട്ടൊക്കെ വരുന്നവരെ ഒന്നും ഇപ്രാവശ്യം കണ്ടില്ല. കാരണം വിരലിൽ എണ്ണാവുന്ന വ്യക്തികൾ മാത്രമായിരുന്നു ഈ ചടങ്ങിനുണ്ടായിരുന്നത്. കൊല്ലത്ത് നിന്ന്, കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതുപോലെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നും എത്തിയ ആരാധകരുടെ വൻ തിരക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലേക്കാൾ കൂടുതൽ ആൾക്കാരായിരുന്നു ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. നമ്മളൊരു കാര്യം പറയുമ്പോൾ എല്ലാം സത്യസന്ധമായിട്ട് പറയണമല്ലോ, അതുകൊണ്ടാണ് ഇതിപ്പം പറഞ്ഞത്. കൊല്ലത്തെ ഒരു വ്യക്തികൾ പോലും എല്ലാ പ്രാവശ്യവും ജയൻ സ്വന്തം ആരാണ്ടാണെന്നൊക്കെ പറഞ്ഞ് നിന്ന ഒരു വ്യക്തികൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ള ഒരു വേദനിപ്പിക്കുന്ന ഒരു കാര്യം കൂടി അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ സ്വന്തം ജയൻ, ലോകത്തിൻ്റെ സ്വന്തം ജയൻ, അദ്ദേഹത്തിൻ്റെ ചരമവാർഷികം ഈ നവംബർ 16 ആചരിച്ചു. ആ പ്രോഗ്രാമിൽ നടന്ന പ്രസക്ത ഭാഗങ്ങളാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിൽ. ഇത് ജയൻ ഗന്ധർവതാരം ഓൾ കേരള ഒരു ഗ്രൂപ്പാണ്. ജയൻ സാർ 1980 നവംബർ 16 മരിച്ച അപ്പോഴും മുതലേ ഈ കൊല്ലം ഓലയിൽ ജയൻ സാറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ ഞങ്ങൾ നവംബർ 16 വന്ന് ഭദ്രദീപം തെളിയിക്കുകയും ആരാർപ്പണം നടത്തുകയും, അതുപോലെ തന്നെ ജൂലൈ 25 ജയൻ സാറിന്റെ ജന്മദിനത്തിൽ ഇവിടെ വന്ന് ആരാർപ്പണം നടത്തി ഇതുപോലെ തന്നെ ഭദ്രദൈവം തെളിയിക്കുകയും, പ്രധാനമായും പിന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ നവംബർ 16 അതായത് ഞങ്ങളുടെ ഈ ന്യൂ കൂടി ഹാപ്പി ന്യൂ ഇയറിന് കൂടി ഞങ്ങൾ ഇവിടെ വന്ന് ജയൻ സാറിന്റെ പ്രതിമയിൽ ആരാർപ്പണം ഞങ്ങൾ നടത്താറുണ്ട്. അങ്ങനെ ഒരു വർഷത്തിൽ 3 പ്രാവശ്യം കൃത്യമായും ജയൻ സാറിന്റെ പ്രതിമയിൽ വന്ന് പുഷ്പാർച്ചന ഞങ്ങൾ നടത്തുന്ന ഒരു ജയൻ ഗന്ധർവതാരം ഓൾ കേരള ഗ്രൂപ്പാണ് നമ്മുടെ ഇത്. അപ്പോൾ നമ്മുടെ ഈ ഗ്രൂപ്പ് പോലെ തന്നെ ഈ കേരളത്ത് ഉടനീളം ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. തൃശ്ശൂര് ജയദീപം ഗ്രൂപ്പ്, ജയതാരകം എന്നിങ്ങനെ നിരവധി ഗ്രൂപ്പുകളുണ്ട്. എല്ലാവരും ഇവിടെ എല്ലാ വർഷവും വന്ന് ജയൻ സാറിന് ആരാർപ്പണം നടത്താറുണ്ട്. ജയൻ സാറിന്റെ ആരാധന കൊണ്ട് മാത്രം ഞങ്ങളുടെ ഡിസിപ്ലിൻ, അതുപോലെ ജോലി, എല്ലാ കാര്യത്തിലും നല്ല രീതിയിൽ ജയൻ സാറിന്റെ ആരാധന കൊണ്ട്, ജയൻ സാറിനെ ഓർത്തുകൊണ്ട് മുന്നോട്ട് ജീവിച്ചു വരുന്ന എല്ലാവരുമാണ് ഈ ജയൻ സാറിന്റെ ആരാധകരായി ഇന്നിപ്പം നമ്മുടെ ജയൻ സാറിന്റെ പ്രതിമയ്ക്ക് മുന്നിൽ കൊല്ലം ഓലയിൽ എത്തിച്ചേർന്നത്. അതുപോലെ തന്നെ ജയൻ സാർ ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ നമുക്ക് ഓർമ്മയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തെ പോലെ ഒരു നടൻ കേരളത്ത് ഉണ്ടാകാനും പോയില്ല, ഇത് ഉണ്ടാകാനും പോകുന്നില്ല, ഇതുവരെ ഉണ്ടായിട്ടുമില്ല. ജയൻ സാർ ജീവിച്ചിരുന്നെങ്കിൽ ഇന്നിപ്പോ കേരളമല്ല, ഇന്ത്യയിലല്ല, ഇന്ന് നമ്മുടെ ലോകത്ത് തന്നെ ഒരു പ്രശസ്തിയായ ഒരു മഹാ നടനായി വന്നതിന് നമ്മുടെ ജയൻ സാർ. കാരണം അത്രമാത്രം ഞങ്ങൾ ജയൻ സാറിനെ ആരാധിക്കുന്നുണ്ട്. ഞങ്ങൾ ദൈവം എന്ന് പറയുന്നത് കാണുന്നതേ നമ്മുടെ ജയൻ സാറാണ്. ഞങ്ങളൊക്കെ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നും ഞങ്ങൾ ഇന്നിപ്പം നല്ല നിലയിൽ എത്തിയത് തന്നെ ജയൻ സാറിന്റെ ആരാധന കൊണ്ട്, ജയൻ സാറിനെ ആരാധിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇന്നും ഈ പ്രായത്ത് നല്ല രീതിയിൽ നമ്മളിവിടെ വന്ന് നിൽക്കാൻ കഴിയുന്നത്. അത്രമാത്രം ഞങ്ങളുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു മഹാ നടനാണ് നമ്മുടെ ജയൻ സാർ. ഞാൻ ഈ കൊല്ലം ഓലയിൽ ഇവിടെ വന്നതാണ്. അപ്പോൾ അന്ന് ഇവിടെ വരാൻ നേരത്ത് ഇവിടെ ഒരു ചെറിയൊരു ഷെഡ് ഈ സൈഡിലുണ്ടായിരുന്നു. ജയൻ സാറിന്റെ KRE 134 ഫിയറ്റ് കാർ ഇവിടെ കിടക്കുകയുണ്ടായി. അന്ന് ഇവിടെ രാത്രി മൊത്തം ചെലവഴിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു. എൻ്റെ പ്രായം വളരെ കുറവായിരുന്നു, 16 വയസ്സ് ആയതേ ഉള്ളൂ. പക്ഷെ ആ സമയം രാത്രി 9 മണിക്ക് ശേഷം വന്നിട്ട് എനിക്ക് ഇവിടുന്ന് ബസ്സൊന്നുമില്ല പോകാൻ. ആ ഒരു കണ്ടീഷൻ ഇവിടെ നിൽക്കുമ്പം നമ്മുടെ സോമൻ ചേട്ടൻ ഇവിടെ പുറത്ത് വന്ന് ലൈറ്റ് അണയ്ക്കുകയുണ്ടായി. അപ്പോഴും ഒരാൾ മാത്രം ഇവിടെ നിൽക്കുന്നു, ഒരു എന്താ പറയുക, ഒരു പ്രതിമ പോലെ നിൽക്കുകയാണ്. അപ്പോൾ എന്നോട് ചോദിച്ചാൽ ആരാണ് അത്? ഞാൻ പറഞ്ഞു സാർ ഇന്ന ആളാണെന്ന് പറഞ്ഞു. എവിടെ നിന്ന് വന്നു? തിരുവനന്തപുരത്ത് നിന്ന് വന്നു. അവർ ഇനിയിപ്പോൾ ഇവിടുന്ന് ബസ്സൊന്നുമില്ല ഇനി പോകാൻ, അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും?
ഞാൻ പറഞ്ഞ അറിയില്ല സാർ, ഞാൻ അങ്ങനെ അങ്ങ് നിന്നുപോയി എന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ഇവിടെ ഈ കാറ് അകത്ത് സ്ഥലമില്ല, ഈ കാറിൽ കയറി കിടക്കാന്ന് പറഞ്ഞുകൊണ്ട് ജെയിൻ സാറിന്റെ KRE 134 കാറിന്റെ ഫീറ്റ് കാറിന്റെ ബാക്ക് ഡോർ തുറന്നു നിന്നു. അവിടെ ഞാൻ കയറി കിടന്ന് അന്തി ഉറങ്ങി. രാവിലെ എണീറ്റത്. അതിനുശേഷം ജെയിൻ സാർ പറയുകയുണ്ടായി, സോമൻ സാർ പറയുകയുണ്ടായി, ജെയിൻ സാറിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞാൻ ജെയിൻ എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉദ്ഘാടനം ചെയ്യുന്നു, അതിലേക്ക് വേണ്ടി താങ്കൾ വരണമെന്ന് എന്നെ ക്ഷണിക്കുകയുണ്ടായിരുന്നു. ഡേറ്റ് പറഞ്ഞു. അത് തേവലക്കരയായിരുന്നു. തേവലക്കര വെച്ച് ജെയിൻ എന്റർപ്രൈസസ് എന്നും പറഞ്ഞ ഒരു കമ്പനി സോമൻ ചേട്ടൻ ഉദ്ഘാടനം ഉണ്ടായി. ആ സമയം ഞാനിവിടെ എത്തിയിരുന്നു. അപ്പോഴത്തൊട്ട് എനിക്ക് ഒരുപാട് പരിചയം, ഒരുപാട് ബന്ധം സോമൻ ചേട്ടനുമായിട്ടും എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. പിന്നെ അന്നത്തെ കാലഘട്ടങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇന്നിപ്പം പലരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും നമുക്ക് ആർക്കും അംഗീകരിക്കാൻ പറ്റില്ല. അത്ര മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. സത്യങ്ങളെല്ലാം എല്ലാവരും തെളിയിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ജയൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞിലെ തൊട്ട് കാണുകയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നടൻ മാത്രമല്ല, ഞങ്ങളുടെയൊക്കെ ചേട്ടന്മാര്, ഞങ്ങളുടെയൊക്കെ ഒരു പിതാവ് പോലെയാണ്. ആ ചേട്ടൻ ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ ഹോളിവുഡ് താരങ്ങളൊന്നും ഈ ചേട്ടന്റെ മുന്നിൽ നിൽക്കില്ല. ഒന്നാമത് ആക്ഷൻ ഹീറോ ആയിരുന്നു പുള്ളിക്കാരെ. ഒന്നിനും ഡൂപ്പ് ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. ആ നല്ലൊരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനായിരുന്നു. അതേപോലെ ഇനി ഈ ജമ്മത്ത് ഉണ്ടാവുമെന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പലരും വന്നു, പലരും കാണിച്ചു പോയി. പക്ഷെ ആ ഒരു രൂപവും ഭാവവും ആർക്കും കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ചേട്ടന്റെ ഒരു അനുജന്റെ മോൻ ഉണ്ടെന്ന് പറയുന്നു. പക്ഷെ ആ പുള്ളിക്കാരനൊന്നും ഇതേപോലെ രംഗത്ത് വന്നിട്ടില്ല. അതുകൊണ്ട് ഇനിയും നമ്മള് ജയൻ ചേട്ടന് വേണ്ടി ഞങ്ങൾ എന്തും ചെയ്യും. ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് ഉള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് രാവിലെ തന്നെ 5 മണിക്ക് എഴിച്ചു ഞങ്ങൾ ഇവിടെ ജയൻ ചേട്ടനെ കാണാനും ജയൻ ചേട്ടന്റെ ഇങ്ങനത്തെ ഉള്ള ഒരു സ്ഥലത്ത് വന്ന് ജയൻ ചേട്ടനെ പങ്കെടുക്കുവാനും ആ രൂപത്തിൽ ഒരു ഹാരമിടാനും ചേട്ടനെ ഒന്ന് ചുംബിക്കാനും എല്ലാത്തിനും വേണ്ടിയാണ് ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ സ്വീകരിച്ച എല്ലാ ജനങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഞാൻ വനിതാ ജില്ലാ സെക്രട്ടറിയാണ് ശിവസേനയുടെ. എന്നാലും ഞങ്ങൾക്ക് വളരെ കാരണങ്ങളുണ്ട്. എന്നാലും ആ പ്രതി മനസ്സിലാക്കാതെയാണ് ഞങ്ങൾ ജയൻ ചേട്ടനെ കാണാൻ വന്നത്. നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സ്നേഹവും കണ്ടിട്ട് ഒന്നും അല്ല എന്ന് തോന്നിപ്പോകുന്നു. ഇത്രയും ജയൻ ചേട്ടനെ സ്നേഹിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ടല്ലോ എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ പോലെയുള്ള ഒരു നടനും പുള്ളിക്കാരൻ നല്ലൊരു ഔദ്യോഗിക രംഗങ്ങളിൽ ഇരുന്ന ഒരു മനുഷ്യനാണ്. ആ ജോലി രാജിവെച്ച് സിനിമാ രംഗങ്ങളിൽ വന്ന് ആ സിനിമകൾ കണ്ട് ഇനി ഇങ്ങനത്തുള്ള താരങ്ങൾ വരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പക്ഷെ ഇനി അങ്ങനെ വരുമെന്ന് തോന്നുന്നില്ല. കേരള ജയൻ ഫാൻസ് അസോസിയേഷൻ തിരുവനന്തപുരത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഡോക്ടർ അനന്തകൃഷ്ണ പോറ്റി. അപ്പൊ നമ്മുടെ തന്നെ ഗ്രൂപ്പിലുള്ള അംഗമാണ് ശ്രീമതി ബീനാജി ഇപ്പൊ സംസാരിച്ചത്. അപ്പോ 1974 മുതൽ 1980 വരെ കാലഘട്ടങ്ങളിലാണ് ശ്രീമാൻ ജയൻ മലയാള സിനിമയിൽ കളം നിറഞ്ഞാടിയത്. അതിൽ 74, 75, 76 ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ട് വഞ്ചിക്കാരനായിട്ടും തോണിക്കാരനെ കടത്തുകാരനായിട്ടും ചെറിയ ചെറിയ പാസിംഗ് ഷോട്ടിൽ വന്നിട്ട് പിന്നെ ഒരു 79, 80 കാലഘട്ടങ്ങളിലാണ് ജയൻ മെയിൻ സ്ട്രീമിലോട്ട് വന്നത്. 100ഓളം സിനിമകളിൽ നല്ല നെടുനായകത്വം വേഷം അഭിനയിച്ചതും പിന്നെ സായുജ്യം, ഇവിടെ കാറ്റിന് സുഗന്ധം, പിന്നെ നമ്മുടെ ഏതോ ഒരു സ്വപ്നമാണ് ജയൻ ചെറിയ ചെറിയ വേഷങ്ങൾ വന്നിട്ട് ശ്രദ്ധേയമായ ഒരു വേഷം, സന്യാസിയുടെ വേഷം ചെയ്തുകൊണ്ട് പൂമാനം പൂത്തുലഞ്ഞ് എന്നുള്ള പാട്ടൊക്കെ ഉള്ള ആ സിനിമയോടുകൂടി ജയന്റെ ഒരു രൂപവും ഭാവവും മാറി മലയാള സിനിമയുടെ തന്നെ നെടുനായകനായിട്ട് വന്ന് ഹരിഹരൻ സാറിന്റെ ശരപഞ്ചരം സിനിമയിലൂടെ നായക സ്ഥാനത്തെത്തി. വില്ലനാണെങ്കിലും നായക സ്ഥാനത്തെത്തുകയും അതിലൂടെ ഉജ്ജ്വലമായ പ്രകടനം കാഴ്ചവെച്ചത് കാരണം മലയാളികൾ ജയനെ അവരുടെ ആരാധന തോന്നുന്ന ഒരു താരമായി നെഞ്ചിലേറ്റുകയും പിന്നെ തിരിച്ചിങ്ങോട്ട് അങ്ങാടി, ബെൻസ്വാസു, ചാകര, പിന്നെ കോലിളക്കം, മൂർഖൻ, മീൻ എന്ന് വേണ്ട തുടങ്ങിയ ശക്തി, കാന്തവലയം, കഴുകൻ, പാലാട്ട് കുഞ്ഞിക്കണ്ണൻ, മാമാങ്കം, വിത്തിക്കരപ്പക്കി, അറിയപ്പെടാത്ത രഹസ്യം പറയുമ്പോൾ നമുക്കൊരു കാര്യം പറയേണ്ടത് ജയൻ അപകടകരമായ രീതിയിൽ ആനയുടെ കൊമ്പിൽ പിടിച്ചുകൊണ്ട് അഭിനയിക്കുകയും ആനയുടെ കൊമ്പിൽ കുത്തിൽ നിന്ന് വളരെ തലനാരിഴ വ്യത്യാസത്തിലാണ് അദ്ദേഹം രക്ഷപ്പെട്ടത്. ഈ പേരുമായിട്ട് നടക്കുന്ന അറിയപ്പെടാത്ത രഹസ്യത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കോളിളക്കത്തിന്റെ സെറ്റിലോട്ട് പോകുന്നത്. അപ്പോൾ നസീർ സാർ പറഞ്ഞു, നീ വളരെയധികം ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, അപകടകരമായ രീതിയിലൊന്നും അഭിനയിക്കാൻ പോകരുത്. അഥവാ അങ്ങനെയുള്ള അതിസാഹസമായ രംഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഡൂപ്പിനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു വെച്ചു. പക്ഷെ അത് കേട്ടില്ല. കോളിളക്കം വന്നപ്പോഴത്തേക്കും കോളിളക്കത്തിലെ ഷൂട്ടിംഗ് എല്ലാം ഓക്കെ ആയിട്ട് പോലും ആ ഷോട്ട് വീണ്ടും ഒന്നുകൂടി അഭിനയിക്കാൻ പോയതിലാണ് അദ്ദേഹത്തിന് അപകടം സംഭവിച്ചതും. അതുമല്ല
ഇത്തരത്തിലുള്ള ഒരു ഹെലികോപ്റ്റർ ഈ ഷൂട്ടിങ്ങിന് ഉപയോഗിക്കാൻ പാടില്ലാത്തതാണെന്ന് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പോലും ഷോളവാരത്തന്ന് കനത്ത മഴയായിരുന്നു. ആ മഴയത്ത് അത് ഷൂട്ട് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നിട്ട് മഴ തോർന്നത് കാരണം ആ ഷൂട്ടിംഗ് നടത്തുകയും അതിനുശേഷം ഒരിക്കൽ കൂടി ഷൂട്ട് ചെയ്തപ്പോൾ അപകടം പറ്റുകയും സ്പോട്ടിലെ ജയന് ശരിക്കും ഒരു തല തന്നെ ഇടിച്ച് കലങ്ങിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ തിരിച്ച് റിക്കവറി വരിക എന്നുള്ള വലിയ പാടായിരുന്നു. ഇവിടെ കല്ലൂർ ശശിയേട്ടനായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അദ്ദേഹം ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയും പക്ഷെ അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിക്കുകയും ചെയ്തു. പക്ഷെ എത്രയോ വർഷം ജീവിച്ചിരുന്നെങ്കിൽ എത്ര സൂപ്പർ ഹിറ്റ് സിനിമകൾ നമുക്ക് പറയാനും കാണുവാനും സാധിക്കുമായിരുന്നു. പക്ഷെ ദൈവനിയോഗം ഈ അദ്ദേഹം അന്തരിച്ച് 45 വർഷം കഴിഞ്ഞിട്ട് പോലും ജയന്റെ ഓർമ്മ സ്മരണ പുതുക്കാൻ ഇത്രയും ജനം ഇവിടെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ഇവിടെ തടിച്ചുകൂടുമെങ്കിൽ അത് ജയൻ ഇന്നും ജനമനസ്സുകളിൽ ജീവിക്കുന്നു. അനശ്വരനായി തന്നെ എവർ ലാസ്റ്റിംഗ് ഹീറോ ഓഫ് ദ ഓഡിയൻസ് എന്നുള്ള രീതിയിൽ ഒരു അവാർഡ് തന്നെ അദ്ദേഹത്തിന് കൊടുക്കേണ്ടതാണ്. പോസ്റ്റുമസിൽ അദ്ദേഹത്തിന് ഒരു അവാർഡ് ശരിക്കും ഞാൻ വാക്കുകൾ കൊണ്ട് കൊടുക്കുകയാണ്. സത്യത്തിൽ അദ്ദേഹം നിരവധി ഇടിമുഴക്കം എന്നുള്ള ഒരു സിനിമയിൽ ഒരു തനി മഫനായിട്ട് അഭിനയിച്ചു. നിങ്ങൾക്കറിയാം കരിമ്പന എന്നുള്ള സിനിമയിൽ തനി പനയേറിയുടെ എല്ലാ രീതിയും ഈ ബെൽബോട്ടം പാൻറ് വിട്ട് തോക്കം കൊണ്ട് നടന്ന മനുഷ്യൻ, കുതിരപ്പുറത്ത് നടക്കുന്ന മനുഷ്യൻ ഒരു പനയേറിയുടെ ചെറിയ മൂവ്മെന്റ് പോലും അതിലൂടെ കാണിക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ ചാതുര്യം അസാധ്യമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു തോർത്തു കൊടുത്തുകൊണ്ട് ഇത്രയും സൂപ്പർ സ്റ്റാർഡം ഇരിക്കുന്ന ഒരു മനുഷ്യൻ തോർത്തു കൊടുത്തുകൊണ്ട് ഒരു പനയേറിയായിട്ട് അഭിനയിക്കുമോ? അത് എങ്ങനെ ഐ.വി. ശശി കാസ്റ്റ് ചെയ്യുന്നതാണ്? അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ ജോർജ് സാറിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു. അദ്ദേഹം വളരെ മനോഹരമായിട്ട് ആ സ്ക്രിപ്റ്റ് ചെയ്തു വെച്ചു. അതുപോലെ ഐ.വി. ശശി ഷൂട്ട് ചെയ്തതാണ്. ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല കരിമ്പനയുടെ ഓരോ ഷോട്ടും നിങ്ങൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ചന്തയിലായിരുന്നാലും ചന്തയിൽ ചെന്നിട്ട് വില പറയുന്നതായിരുന്നാലും ആ ഒരു പനേറിയുടെ ഒരു ചെറിയൊരു ഇങ്ങനെ ഈ വിരൽ കൊണ്ട് മുഖം ചൊറിയുന്നത് പോലും അതേപോലെ എടുത്തിട്ടുണ്ട്. ഒരു പനക്കുറ്റി എടുത്ത് വെച്ചിട്ട് അതിൽ ചവിട്ടി പന കയറുന്നതും ബാലങ്കൻ നായരൊക്കെ പന കയറുന്ന രംഗം ഞാൻ നേരിട്ട് കണ്ടതാണ്. കുറച്ച് കയറിയതിനു ശേഷം പിന്നെ ക്രെയിനിൽ മുകളിൽ കയറ്റി വയ്ക്കും. അപ്പോൾ അത്രയും മനോഹരമായിട്ട് ചെയ്തതാണ് കരിമന. വീണ്ടും ഞാൻ ഒരു 25 പ്രാവശ്യത്തിലധികം ഞാൻ അന്നേ കണ്ടിരുന്നു. ഈ അടുത്ത കാലത്ത് വീണ്ടും കരിമന സിനിമ കണ്ടു. അപ്പോ ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ. പക്ഷെ അദ്ദേഹത്തിന് ആയുസ് ഇല്ലാതെ പോയി. അതിൽ വളരെയധികം സങ്കടമുണ്ട്. എങ്കിലും ഇനിയും അടുത്തൊരു നവംബർ 16 നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാൻ വേണ്ടി കാത്തു നിൽക്കാം. പിന്നെ ഒരു വാഗ്ദാനം കൂടി ഞാൻ പറയുന്നു. ഈ അടുത്ത പ്രാവശ്യം നമ്മുടെ തിരുവനന്തപുരം നഗരസഭയിൽ BJP ആണ് നഗരപിതാവായിട്ട് വരുന്നെങ്കിൽ നമ്മൾ തിരുവനന്തപുരത്ത് ജയന്റെ ഒരു പൂർണ്ണകായ പ്രതിമ തിരുവനന്തപുരത്തിന്റെ ഹൃദയഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഏർപ്പാട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവര് വന്നാലേ നടക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ സോറി, ക്ഷമിക്കണം. അത് എന്റെ ഉറപ്പാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ജയൻ സാറിന്റെ ഇന്ന് അനുസ്മരണ ദിനമെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പം എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും വളരെ കൂടുതൽ ആൾക്കാർ ഈ ജയൻ സാറിന്റെ പ്രതിമയ്ക്കരികിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ വരാത്ത ആൾക്കാരുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ അടുത്ത പ്രാവശ്യം തൊട്ടൊക്കെ എല്ലാവരും ഈ കൊല്ലം ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായാലും അതേപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നായാലും നടന്നു വരുന്നവർക്ക് അതിനുള്ള 2-2.5 കിലോമീറ്ററിൻ്റെ അടുത്തേ ദൂരമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും വരാത്ത ആൾക്കാരൊക്കെ ഇനി വരും വർഷങ്ങളിലും എല്ലാവരും ഈ ജയൻ സാറിൻ്റെ പ്രതിമയ്ക്കരികിൽ എത്തണമെന്നാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ അതേപോലെ നമ്മുടെ ജയദീപം ഗ്രൂപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഈ പ്രാവശ്യവും നമ്മൾ ഹാരാർപ്പണം ഉണ്ടായി. അതിനുശേഷം നമ്മുടെ 2026 ജയൻ സാറിൻ്റെ കലണ്ടർ, ആ കലണ്ടർ നമ്മൾ ഇവിടെ പ്രകാശനം ചെയ്തു. അത് ഈ പ്രാവശ്യം നമ്മുടെ കലണ്ടർ പ്രകാശനം ചെയ്തത് ജയൻ കലാ സാംസ്കാരിക വേദിയുടെ അമരക്കാരനായിട്ടുള്ള ശ്രീ ആറ്റിങ്ങൽ അജയേട്ടനായിരുന്നു. അതിനുശേഷം ആദ്യ വിൽപ്പന നമ്മുടെ ദീപക് പൊള്ളാച്ചിക്ക് കൊടുത്തുകൊണ്ട് നമ്മുടെ പോറ്റി സാറ്, തിരുവനന്തപുരം പോറ്റി സാറ് ചെയ്യുകയുണ്ടായി. ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ മുളങ്കാടകം ശ്മശാനത്തിലൊരു മൗന പ്രാർത്ഥനയാണ്. അതോടുകൂടിയിട്ട് ഈ നവംബർ 16 അനുസ്മരണ പരിപാടികൾ, ജയദീപത്തിൻ്റെ നേതൃത്വത്തിലുള്ള പരിപാടികൾ തീരുകയാണ്. വീണ്ടും ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഓരോ വർഷം ചെല്ലുന്തോറും ജയൻ സാറിൻ്റെ ഈ പ്രതിമയ്ക്കരികിൽ കൂടുതൽ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരാത്ത ആൾക്കാരൊക്കെ വരും വർഷങ്ങളിലൊക്കെ വരണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ജയൻ സാർ കലാസ്നേഹികളെ, എൻ്റെ വീട് ഇടുക്കിയിലാണ്. ഇടുക്കിയിലാണ് എൻ്റെ താമസം. ഒരു കാലഘട്ടത്തിൽ ജയൻ സാർ എന്ന് പറഞ്ഞാൽ വലിയ ഹരമായിരുന്നു എനിക്കൊക്കെ. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലം അന്നൊക്കെ 75 പൈസ, 1.5 രൂപ, 2.5 രൂപ ഈ മേനിക്കൊക്കെയായിരുന്നു അന്നത്തെ ടിക്കറ്റ് നിരക്ക്. അന്ന് ആ 75 പൈസ ഉണ്ടാക്കാൻ ജയൻ സാറിനെ കാണാൻ വേണ്ടിയുള്ള ആ ഒരു തിടുക്കം എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് പൈസ ഉണ്ടാകത്തില്ല. അപ്പോൾ അങ്ങനെ ജയൻ സാറിൻ്റെ വലിയൊരു ഫാനാണ്.
അപ്പൊ ഇങ്ങനെ സത്യത്തിൽ ഇവിടെ ഇങ്ങനെ വരാൻ ഇങ്ങനെ ഒരു ദൈവം ഒരു വലിയൊരു ഭാഗ്യം സിദ്ധിച്ചു. ഇടുക്കി തിരികെ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ വരാൻ വരാൻ കാരണം നമ്മുടെ ഈ പ്രിയപ്പെട്ട എൻ്റെ പ്രതാപൻ സാറാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാനിങ്ങനെ ജയൻ സാറിൻ്റെ ഈ പ്രതിമ ഒന്ന് കാണണം എന്നോർത്ത് ഇങ്ങനെ വന്ന് ഇങ്ങനെ പരിചയപ്പെട്ടത് കറക്റ്റ് എന്നെ കൊണ്ട് ദൈവം തമ്പുരാൻ ഇവിടെ ഇങ്ങനെ എത്തിച്ചത് ഈ പ്രതാപൻ സാറിന്റെ മുമ്പിലാണ്. അതുകൊണ്ട് ഇന്ന് ഈ പ്രിയപ്പെട്ട കലാകാരന്മാരുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ ഒരു അവസരം ഉണ്ടായി. തന്നെ വലിയൊരു ഭാഗ്യം ജയൻ സാറിനെ എനിക്ക് കാണാനൊരു അവസരം ഉണ്ടായി. അതായത് ഇരുമ്പഴികൾ സിനിമ ഷൂട്ടിങ്ങിന് നേരിമംഗലം പാലത്തിൽ കൂടി ജയൻ സാറ്, ഉമ്മർ സാറ്, നസീർ സാറ്, ഒരു പയ്യനുണ്ട് അറിയില്ല, അവർ തുറന്ന ജീപ്പിലുള്ള ആയില്ല. ഞാനൊക്കെ 5ൽ പഠിക്കുന്ന കാലമാണ്. അങ്ങനെ ഇത് പോയി കാണാൻ പറ്റി. അന്ന് തൊട്ട് ഇന്ന് വരെയും ജയൻ സാറിന് എൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ പാട്ട് പാടും, അദ്ദേഹത്തിൻ്റെ സ്വരത്തിൽ ഒക്കെ ഇന്ന് വരെയും മറ്റൊരാളുടെ ഒരു സ്വരം വന്നിട്ടില്ല ഉള്ളിൽ. പക്ഷെ ജയൻ സാറിൻ്റെ സ്വരം മാത്രം ഇങ്ങനെ ഉള്ളിൽ വന്നിട്ടുണ്ട്. എന്തോ അതൊരു വലിയൊരു കടുത്ത ഒരു സ്നേഹം കൊണ്ടാണ് എനിക്ക് എന്നെ ഇവിടെ എത്തിയത്. ഇന്നലെ ഒരു പാട്ടുകാരൻ എന്നാലും ദൈവം തന്നിരിക്കുന്ന ഒരു കുഞ്ഞു പാട്ട് നിങ്ങളുടെ മുന്നിൽ പാടാൻ പോവാണ്. കസ്തൂരി മാൻമിഴി മലർസരമെയ്തു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി, കസ്തൂരി മാൻമിഴി മലർസരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വപ്നങ്ങളുണരും ഉന്മാദലഹരി, സ്വർഗീയ സ്വരമാധുരി, ഗന്ധർവ സ്വരമാധുരി, പൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുവനാത്മഹർഷം, ഭൂമേനിയാകെ പൊൻകിരണം, പൂവായി വിരിയുമെന്നാത്മകർഷം, നീ എന്നിലോ ഞാൻ നിന്നിലോ ഒന്നായി ചേരും നീ നിമിഷം, കസ്തൂരി മാൻമിഴി മലർസരമേതു, കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു, ലാ 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 ലാ. ഹലോ മിസ്റ്റർ ജയൻ, വളരെ വർഷമായല്ലോ നമ്മൾ കണ്ടിട്ട്. തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷമുണ്ട്. ജനങ്ങൾ നിങ്ങളുടെ ആഗമനം കാത്തിവിടെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു തീര നഷ്ടമായിട്ടാണ് താങ്കളുടെ സാന്നിധ്യമില്ലായ്മ അനുഭവപ്പെടുന്നത്. എന്താ ചെയ്യുന്നത്? എല്ലാ വർഷവും ഈ സമയവും ഈ ദിവസവും ഈ സന്ദർഭമാകുമ്പോൾ ഞാൻ ജനിച്ച എൻ്റെ നാട്ടിലൂടെയും തീർച്ചയായിട്ടും ഞാൻ വരും. ഈ ഒരു ദിവസം മാത്രമേ വരാൻ സാധിക്കുള്ളൂ? വരണമെന്നുണ്ട്. എൻ്റെ ഓർമ്മകൾ എൻ്റെ സുഹൃത്തുക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും കലാദീപം ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ മിസ്റ്റർ ജയനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോഴേ കൂടുതൽ പുകഴ്ത്തിയാണെന്ന് പറയരുത്. ഇതുപോലൊരു വ്യക്തി, പൗരുഷമുള്ള വ്യക്തി ഇതുവരെ ജനിച്ചിട്ടില്ല. ജനിക്കാൻ ഉണ്ടോ എന്ന് ദൈവത്തിനറിയാം. ആ പൗരുഷം ഞങ്ങളിൽ നിന്ന് ദുഃഖത്തോടുകൂടി ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞതിൽ അധികമായ വിഷമമുണ്ട്. പിന്നെ ഈ ഒരു വർഷം ഒരു ദിവസം മാത്രമല്ല, താങ്കളെ സ്മരിക്കപ്പെടുന്ന ദിവസം ഇടയ്ക്കുണ്ടെങ്കിൽ അങ്ങനെയും വരണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. അപ്പോൾ പഴയ ഹാപ്പിയൊക്കെ തന്നെ ഉണ്ടോ? ഒന്നുകൂടെ ചോദിച്ചോട്ടെ, ഗേൾ ഫ്രണ്ടൊക്കെ എങ്ങനെയാണ്? താങ്കൾ പോയി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ താങ്കളെ പറ്റി ഒരു കിംവദന്തി നടക്കുന്നുണ്ടല്ലോ. താങ്കൾക്കൊരു മകനുണ്ട്. ആ മകൻ താങ്കളുടെ ലേബിളിലാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അത് സിനിമയിലും സീരിയലിലും ഒക്കെ വന്നു. അദ്ദേഹം വളരെ പബ്ലിഷ് ചെയ്തു.
ഈ ശാന്തിവിള ദിനേശ് പോലുള്ള ആൾക്കാർ അതേപ്പറ്റി എതിർക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴെന്താണ് താങ്കളുടെ അതേപ്പറ്റിയുള്ള അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അതിൽ അഭിപ്രായം പറയാനൊന്നുമില്ല. ഉം. ജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉം. ഒരു കല്യാണം കഴിച്ച വ്യക്തിയല്ല. അല്ല, കല്യാണം കഴിക്കാത്തവർക്കും കുട്ടികളുണ്ടാവും. അത് അങ്ങനെ നടക്കുന്നവർക്ക് എനിക്കങ്ങനെ പോകേണ്ട ഒരു കാര്യവും. ഓക്കെ ഓക്കെ. അപ്പോൾ ആ പയ്യൻ പറഞ്ഞിടക്കുന്ന അപഖ്യാതിയാണ്. അത് ശരി. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾ എന്തൊക്കെ സാമ്യം ഉണ്ടെന്നും പറഞ്ഞാണ് ആ പയ്യൻ ഇങ്ങനെ ഞാൻ ജയൻ്റെ മകനാണ്, എനിക്ക് 56 വയസ്സുണ്ട്, എനിക്ക് ആ ലേബിള് അംഗീകരിക്കപ്പെടണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴിങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ താങ്കൾ എല്ലാ വർഷവും ഇവിടെ ജനങ്ങൾക്ക് താങ്കളുടെ കാണാൻ വേണ്ടി വന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടി പ്രതീക്ഷപ്പെടാറുണ്ട്. താങ്കളുടെ വലിയ ഒരു ആരാധകനായിരുന്നു ഞാൻ. ആരാധകനെന്ന് വെച്ചാൽ താങ്കളുടെ ആ പൗരുഷം എന്ന് വെച്ചാൽ ആ ബോഡിയുടെ ഫിറ്റ്നസ്സും സ്വരഗാംഭീര്യവും പൗരുഷം എടുത്തു കാണിക്കുന്ന നടപ്പും എല്ലാമാണ്. പക്ഷേ ഒരു കാലത്ത് ഈ ജയൻ പോയി കഴിഞ്ഞു, ഇവിടെ നമ്മളിൽ നിന്ന് വിട്ടു പോയി കഴിഞ്ഞ് വളരെയധികം നാട്ടിലുള്ള എതിർപ്പുകാരൊക്കെ ജയനായിട്ട് ഉപയോഗിച്ചായിരുന്നു. ഞാൻ ആക്ഷൻ എടുക്കുന്നതല്ലായിരുന്നു. എന്നെയും ആളുകളൊക്കെ പറയാറുണ്ട്. കാരണം അന്നേരം ഇങ്ങനെ വടിവത്ത ശരീരം, നല്ല ഫെയറായിട്ടുള്ള 45 വർഷത്തിന് മുൻപാണ്. അത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സ്ക്വയറായ മുടിയൊക്കെ ആയിട്ട് താങ്കളിപ്പോൾ നിഷേധിച്ച ആ കാര്യം എനിക്ക് അനുഭവത്തിൽ വന്ന ഒരു കാര്യം ഉണ്ടായി. ഞാൻ ചെയ്തൊക്കെ ഇവിടെ പോയി ഇപ്പോഴേ എനിക്ക് 17 വയസ്സും നമ്മൾ 15 വയസ്സിൻ്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോഴേ പിന്നെ എന്നപ്പോൾ എന്നെ റെയിൽവേ സ്റ്റേഷനിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ചെയ്തങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പുറകെ പെമ്പിള്ളേര് സുന്ദരികളായ ഉള്ളവരും ഞാൻ മൈൻഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പോൾ താങ്കളുടെ ആ സാന്നിധ്യം, താങ്കളുടെ ആ സ്മരണയാണ് എന്നെ നിലനിർത്തിയത്. ഇല്ലെങ്കിൽ എനിക്ക് കിട്ടിയ ഇമേജ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഒരുപാട് അതുപോലെ വളരെയധികം ആൾക്കാരുണ്ടായിരുന്നു എന്നെ ഇത്രയധികം സ്നേഹിക്കുന്ന. ഇപ്പോഴും എന്റെ സുഹൃത്തുക്കളെല്ലാം ഉണ്ട്. അത്രയും ഒരു വെട്ടത്തും വരത്തില്ല. അപ്പൊ നമ്മൾ ഫിഗറൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ചെയ്യുന്ന ഒരു കൃതാവൊക്കെ ഓടിച്ച് വെച്ച് മുടിയൊക്കെ വെച്ച് കണ്ണാടിയൊക്കെ വെച്ച് താൽക്കാലിക ജയൻ എന്ന് പറഞ്ഞ് ആ ജയന്റെ പേരും പറഞ്ഞ് ജയന്റെ ആളാണ്, ജയന്റെ അതാണ്. അത് നമ്മളെ പ്രൊമോഷന് വേണ്ടി ചെയ്യുന്നതല്ലേ. ജയൻ എൻ്റെ അച്ഛനാണ് എന്നൊക്കെ. ഇപ്പൊ ഈ ജയന്മാരെല്ലാം, ഈ നാട്ടിലുള്ള എല്ലാ ജയന്മാർക്കും ഒന്ന് പറയാം, എൻ്റെ അച്ഛനാണ് ജയൻ എന്ന്. നമസ്കാരം. എൻ്റെ അച്ഛനാണ് ജയൻ എന്ന്. നമ്മൾ അച്ഛനാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് എങ്ങനെയാ? അമ്മ പറഞ്ഞെന്ന് പറഞ്ഞാൽ അമ്മമാർ പറഞ്ഞെന്ന് പറഞ്ഞാൽ അച്ഛനെ തീരുമാനിക്കില്ല. നിയമപരമായ സാധ്യതകളുണ്ട്. DNA എടുക്കാം, കോടതിയുണ്ട്, അതൊക്കെ അംഗീകരിക്കാം. സോഷ്യൽ മീഡിയയിൽ 4 ചാനലുകാർ ഇന്നയുടെ മോനാണെന്ന് പറയാം. ഇപ്പൊ പ്രേംനസീറിന്റെ മോനാന്ന് പറയാത്ത എന്താ? ചോദിക്കാനും പറയാനും ആളുണ്ട്. പ്രേംനസീറിന്റെ വീട്ടിൽ നിന്ന് ആള് വണ്ടിക്ക് കൂടെ വരും. MGRനെ എന്താ മോനാന്ന് പറയാത്ത എന്താ? ആള് കൂടെ വരും. നമ്മൾ അത്രയും ചിന്തിച്ചാൽ മതി. നമുക്ക് കാരണം വ്യക്തിപരമൊന്നുമില്ല. ജയന്റെ മോനെ കൺഫേം ആയിട്ട് തെളിയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കാം, നമ്മൾ തയ്യാറല്ലേ? വഴിനീളെ കിടന്ന് കോമാളിത്തരം കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്നെതിരായിട്ട് നമ്മളെല്ലാം വരുന്നത്. എല്ലാവരും മുടിയൊക്കെ എടുത്ത് വെച്ച് കണ്ണാടിയും വെച്ച് കിള കൂടി മീശ ഒട്ടിച്ച് കവളിനകത്ത് പഞ്ഞിയും കയറ്റി. ഇതൊക്കെയാണ്. ഞാൻ ആർട്ടിസ്റ്റാണ്, എനിക്കറിയാലോ ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അവരെല്ലാവരും കണ്ടു എഴുതി ഒരു മേക്കപ്പ് മാൻ വിചാരിച്ച കറക്റ്റ് ആവറേജ് ഒരു 75% ആക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതെല്ലാം ഇളകുമ്പോൾ ആള് വേറെ രൂപം, പാവം മാറും, എല്ലാം മാറും. എന്നിട്ട് പിന്നെ നമ്മളെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ വിരോധം അടിച്ചിട്ട് അല്ല. അങ്ങനെ ഈ ജയന് മോനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ എന്താ ഒരു വിളക്കെങ്കിലും കത്തിക്കാത്ത മോനില്ലല്ലോ. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ ഈ അഡ്രസ്സൊക്കെ വേറെ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മക്കാരോടും വിരോധമൊന്നുമില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഇങ്ങനെ ഒരു സന്ദർഭം തന്നതിലാണെങ്കിൽ, കാരണം എൻ്റെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു 50-ൽ പരം സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയിട്ടുള്ള ആളാണ്. എന്നെ അനേക സിനിമ ആക്ടേഴ്സ് ഒക്കെ ചീത്ത വിളിച്ചിട്ടുണ്ട്. കാരണം അവരുടെയൊക്കെ ശരീരം തൊടുവോ ഒന്ന് ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈയിടെ ഈ നമ്മുടെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു സിനിമാ നടൻ്റെ കൂടെ ഞാനൊരു ചെറിയൊരു സഹനടനായിട്ട് അറിയാം. അദ്ദേഹമൊക്കെ ഇപ്പോഴും മരിക്കാറായി കിടക്കുന്നു. പക്ഷെ ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ അറിയാണ്ട് തൊട്ടപ്പോൾ അയാൾ ചീത്ത വിളിക്കുക തന്നെ. സത്യം പറയാൻ തെരിയ വിളിച്ചു കേട്ടോ, പറയാൻ പറ്റത്തില്ല. ഇന്നത്തെ അയ്യോ ഒന്നും പറയത്തില്ല, സോറി അത് പറയുന്നത് സോറി. അപ്പം അദ്ദേഹമൊക്കെ ഭയങ്കര അവാർഡൊക്കെ മേടിച്ച ആളാണ്. മേരിക്കൊണ്ടൊരു കുഞ്ഞാട് സിനിമയിലാണെന്നായിരിക്കട്ടെ, അത്രയും മാത്രം പറഞ്ഞാൽ മതി. അതിൽ ഞാനൊരു അദ്ദേഹത്തിൻ്റെ കൂടെ ചെറിയൊരു അപ്പോൾ അതിൽ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഈ ജയൻ സാറിനെ ഏതാണ്ട് ഒരു 100 മീറ്ററിൽ വെച്ചാണ് കാണുന്നത് ഇരുപേ ഷൂട്ടിങ്ങിന്. അപ്പോൾ അദ്ദേഹം എന്നെ കൈ ഇങ്ങനെ എല്ലാവരും ഞങ്ങളൊരു 10 ഞാനൊക്കെ അന്ന് പോയത് കാണാൻ തന്നെ വീട്ടിൽ പേടിച്ചിട്ടാണ് പോയത്. വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അപ്പച്ചൻ എൻ്റെ അപ്പനെ എന്നെ ഇതുപോലെ ജീവിച്ചിരിക്കാൻ സമയം അതുപോലെ അന്ന് കൊല്ലും സിനിമയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ പേടിച്ച് ജയൻ സാറിന് ഇത് കാണാൻ പോയി, ആ ആരാധന മൂത്ത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ദേശത്ത് വരാൻ ഭയങ്കര ഒരു ദൈവം തന്നിട്ട്, ഈ പ്രതാപൻ സാറ് ഈ മഹത് വ്യക്തിയാണ് എന്നെ ഇത്ര ഇവിടെ എത്തിച്ചത്. എൻ്റെ ആഗ്രഹം കൊണ്ട് വന്ന
അപ്പോൾ ഒരു ചെറിയൊരു കുഞ്ഞു ഡയലോഗ് പറയാം. നമ്മുടെ മനുഷ്യപ്രിയ എന്ന സിനിമയ്ക്കകത്ത് അദ്ദേഹം ഒരു ചെറിയൊരു ഡയലോഗ് ഇടുന്നുണ്ട്. നമ്മുടെ ജനാർദ്ദൻ ചേട്ടനോട് ഇവരൊരു സ്വർണ്ണമാല തട്ടിയെടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ചെറിയതാണ്. കാരണം ഞാൻ മിമിക്രിക്കാരനൊന്നും അല്ല എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സംഭാഷണം ഇങ്ങനെയാണ്. എടാ, ഇത് തട്ടിയെടുക്കാൻ അറിയാമെങ്കിൽ ഇത് വിൽക്കാന പ്രയാസം. ജയൻ സാറ് നമ്മുടെ പ്രിയപ്പെട്ട ജനാർദ്ദനോട് പറയുന്ന സംഭവമുണ്ട്. കുറേ ഡയലോഗുകളൊക്കെ അറിയാം. പിന്നെ ഞാൻ എപ്പോഴും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരു കലാകാരനെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി എന്നൊരു പടം, ആ സിനിമയൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര, അതിനകത്തൊരു പാട്ട് നമ്മുടെ മനസ്സിൽ അതിനകത്തൊരു പാട്ടുണ്ട് ശക്തി എന്ന സിനിമയ്ക്കകത്ത്. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെൻ്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെൻ്റെ ഓർമ്മയിൽ തിരയുന്നു, ഇന്നെൻ്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. പിന്നെ സാറിന്റെ രൂപവും ഭാവവും ഭംഗി, അതായത് നമ്മുടെ ലോക മനുഷ്യനിൽ ഒരു ചൊല്ല് പറയുന്നുണ്ട്, 1,00,000 പേരിൽ ലക്ഷണം മൊത്തവൻ ഒന്നോ രണ്ടോ. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കാര്യം. 1,00,000 പേരിൽ ലക്ഷണം മൊത്തവൻ ഒന്നോ രണ്ടോ. കാരണം ജയൻ സാർ അല്ലാണ്ട് ഇനി ജയൻ സാർ ഇല്ല. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മിമിക്രിക്കാർ വെറുതെ വളച്ചു നീട്ടി, അദ്ദേഹത്തിനെ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ എൻ്റെ വിശ്വാസം കേട്ടോ, അദ്ദേഹം ഒരു മദ്യപിക്കാറില്ല, അല്ലെങ്കിൽ പുകവലിയില്ലെന്നൊക്കെയാണ് എൻ്റെ ധാരണ ഇരിക്കുന്നത്. അപ്പോൾ ഇന്ന് അങ്ങനെ കലാകാരന്മാരല്ല. ഇത് ഞാൻ പറഞ്ഞല്ലോ, 50-ൽ പരം സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റ് പോയ ആൾക്കാർ എല്ലാം മദ്യപിച്ച് ഹാൻസ് വെച്ച് എൻ്റെ കൂടെ അഭിനയിച്ചവരുണ്ട്. ഞാൻ അവരുടെ കൂടെ നിന്നിട്ടുള്ളവരുണ്ട്. ഇപ്പോഴത്തെ സിനിമയിലെ ട്രെൻഡായിട്ടിരിക്കുന്നത്. അതുപോലെ നമ്മുടെ മരിച്ചുപോയ സത്താർ സാറാണ് പറയുന്ന മോശമാണ്. അദ്ദേഹമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വയ്യാത്ത അവസ്ഥയിൽ ഞങ്ങളൊക്കെ 1-2 പടത്തിൽ ഞാൻ സത്താർ സാറിൻ്റെ കൂട്ടത്തിലൊക്കെ ചെറിയ സൈഡ് റോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഈ ജയൻ സാർ എന്ന കലാകാരൻ ഒരു അത്ഭുത മനുഷ്യനാണ് അദ്ദേഹം. കാരണം ഇനി ശാരീര ഭംഗി കൊണ്ടും സംഭാഷണം കൊണ്ടും അദ്ദേഹത്തിൻ്റെ രൂപം, ആക്ടിങ്ങിലൊക്കെ, അല്ലാതെ മിമിക്രിക്കാരെ കാണിക്കുന്നില്ല കൈയും ചുരുട്ടി എപ്പോഴും ചുരുട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇട്ട പരിപാടിയൊന്നുമില്ലെന്ന് ചെയ്ത് അത് ആ സിനിമയിലുള്ള ആക്ടിങ് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ വേണ്ടയില്ല, നേരിട്ട് ഞാൻ കണ്ടതുകൊണ്ടാണ് അദ്ദേഹം. കാരണം ആ കാലഘട്ടത്തിൽ ജയൻ സാറിൻ്റെ ഒക്കെ അടുത്തേക്ക് ചെല്ലുവാന്ന് ഒന്ന് ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ സിനിമാ താരങ്ങളാണെങ്കിൽ ആ ഭാഗത്തോട് അടുക്കത്തില്ല കേട്ടോ. എൻ്റെ നാട് ഇപ്പോൾ തൊടുപുഴ, ഇപ്പം ലാലേട്ടൻ അവിടെ ഒന്ന് ഇത് ചെയ്യുന്നു. അത് ആ ഹൈ ക്വാളിറ്റിയിലുള്ള ആൾക്കാരോടുള്ള കണക്ഷനാണ്. ജയൻ ആരാധകരായിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നവംബർ 16 ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ദിവസമാണ്. അത്രയും കത്തിജ്വലിച്ച് നിൽക്കുന്ന സമയത്ത് സിനിമ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ നമ്മുടെ അണ്ണൻ മരിച്ചുപോയ 45 വർഷം മുമ്പ് ഒരു ഞായറാഴ്ച, അന്നൊരു ഞായറാഴ്ചയായിരുന്നു, മഴ പെയ്തിരുന്ന ഒരു ഞായറാഴ്ചയായിരുന്നു, മദ്രാസിലെ ഷോളാവാരത്ത് വെച്ചിട്ട് ഹെലികോപ്റ്റർ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ മരിച്ചുപോയി. ഞാനിപ്പോ ഇന്ന് ഇവിടെ ജയനണ്ണന്റെ പടം വരച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ജീവിതമാർഗം പോലും ചിത്രരചനയാണ്. എന്നെ ഈ ഒരു ഇതിലേക്ക് എത്തിച്ചത്, ആളുകളെ നോക്കി പടം വരയ്ക്കാനുള്ള കഴിവിലേക്ക് എത്തിച്ചത് ജയനണ്ണനാണ്. കാരണം ഞാൻ 79-80 കാലഘട്ടത്തില് വരച്ചിരുന്ന മുഴുവൻ പടങ്ങളും ജയനണ്ണന്റെ പടങ്ങളാണ്. അപ്പോൾ ആ കഴിവ് എനിക്ക് തന്ന് എന്നെ നല്ലൊരു ജീവിതമാർഗത്തിലേക്ക് എത്തിച്ചത് അണ്ണനാണ്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കായിട്ട് ഞാൻ ഇന്ന് 45ാം ഓർമ്മ ദിവസമായ ഇന്ന് ജയനണ്ണന്റെ വീടിന്റെ മുൻപിലുള്ള ആ പ്രതിമയ്ക്ക് മുമ്പിലിരുന്ന് ഞാൻ ചിത്രം വരച്ച് അണ്ണന് ചിത്രാർച്ചന നടത്തുകയാണ്. ഓക്കെ, എല്ലാ ആരാധകർക്കും ഈ വേളയിൽ ഈ സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഈ ഒരു കൊല്ലത്തെ ഈ തേവള്ളി എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ഒരു സെന്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോബി തൃശൂർ.
ജയൻ എൻ്റെ കുട്ടിക്കാലം മുതലേ സിനിമാ ഫീൽഡിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ്. അതിനുപരി എൻ്റെ കരയോഗത്തിൽ ഞാനടങ്ങുന്ന എൻ്റെ കരയോഗത്തിൽ ഉൾപ്പെട്ട ഒരംഗമാണ്. ഇപ്പം ജയനെ സംബന്ധിച്ച് ഈ കേരള സിനിമാ രംഗത്ത് ഒരു ജ്വലിക്കുന്ന സിംഹം തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമുക്കൊരിക്കലും നികത്താൻ പറ്റുന്നതല്ല. കേരള സിനിമയ്ക്ക് ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനെന്നും പറഞ്ഞ് കുറേ ഒരു പയ്യൻ ഇപ്പോൾ ഇവിടെ കണ്ട് പുറമേ മാധ്യമങ്ങളുടെ മുമ്പിലൊക്കെ വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഒന്നും ഓർമ്മയിൽ അങ്ങനെ ഒരു സംഭവം പുള്ളിക്കാരനില്ല. പുള്ളി പിന്നെ മരണപ്പെടുന്ന ആ സമയം വരെയും വിവാഹിതനായിട്ടുമില്ല. പുള്ളിയെ സംബന്ധിച്ച് സിനിമാ രംഗത്ത് ഒരു വലിയ ഒരു സിംഹം തന്നെയായിരുന്നു. ഒരിക്കലും നമുക്ക് ആർക്കും മറക്കാൻ പറ്റത്തില്ല. അപ്പം ഞാനൊക്കെ പഠിക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ബോഡി വരുന്ന സമയത്ത് വിങ്ങിപ്പൊട്ടുമായിരുന്നു. അപ്പം അത്രയും ജ്വലിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു പുള്ളി. അപ്പം നമുക്ക് ആ പുള്ളിയുടെ നഷ്ടം ഒരിക്കലും നികത്താൻ പറ്റുന്നതല്ല. അപ്പം ഈ കരയോഗത്തിൽ എൻ്റെ കരയോഗത്തിൽപ്പെട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് പുള്ളിയെക്കുറിച്ച് ഭയങ്കര അഭിമാനമുണ്ട്. ഞാൻ എൻ്റെ കരയോഗത്തിലടങ്ങിയ ഒരു അംഗമാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തിൻ്റെയൊക്കെ പിന്തുടർച്ച ആ കരയോഗത്തിൽ തുടരുന്ന ഒരു മനുഷ്യനെന്ന നിലയിൽ എൻ്റെ പേര് രാജേന്ദ്രൻ എന്നാണ്. ഞാൻ ഈ ഓലയിലാണ് ജനിച്ചു വളർന്നത്. ഇവിടെ തന്നെയാണ് ഇപ്പോഴും താമസിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറ്റ് ബന്ധുക്കളെയും ജ്യേഷ്ഠനെയൊക്കെ എനിക്ക് അടുത്ത് നല്ലതുപോലെ അറിയാം. അദ്ദേഹത്തിൻ്റെ ബന്ധങ്ങൾ ഏതൊക്കെ ഭാഗത്തോട്ട് വേറെ അവിടെ ഇരിക്കുന്ന എല്ലാവരെയും എനിക്കൊരു വിധപ്പെട്ടവരെ അറിയാം. ഈ പറയുന്ന പയ്യനൊന്നും അങ്ങനെ എൻ്റെ ഓർമ്മയിലൊന്നുമില്ല. അതൊക്കെ ഒരു പ്രഹസനത്തിന് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നതാണ്. വരെ ഈ മനുഷ്യന് അങ്ങനത്തെ ഒരു അവകാശവാദവുമായിട്ട് ആ മനുഷ്യൻ വന്നിട്ടില്ല. ആ ജയന്റെ കുടുംബത്തിലുള്ള സകലമാന ആൾക്കാരും മരിച്ചതിന് ശേഷമാണ് അയാൾ എൻ്റെ പിതാവ് ജയനാണ് എന്ന് രംഗത്ത് വന്നത്. അപ്പോൾ അതിനുള്ള കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബത്തിൽ ഒരാൾ പോലും ഇനി അവശേഷിച്ചിട്ടില്ല എന്നുള്ളത് ആ പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് ഇനി വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാരണം കൊണ്ടാണ് അയാൾ ജയനാണ് എൻ്റെ അച്ഛനെന്ന് പറഞ്ഞ് വരാനായിട്ടുള്ള കാരണം. തീർച്ചയായിട്ടും ഈ എല്ലാ കാര്യത്തിനും ഒരു നാണയത്തിന് രണ്ട് വശം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പം ഇദ്ദേഹം പറഞ്ഞതുപോലെ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് എല്ലാവർക്കും സത്യാവസ്ഥ അറിയാം. ജയൻ എന്ന് പറയുന്ന നടന്റെ എന്തുമാത്രം ജെന്റിൽമാൻ ആയിരുന്നു, അദ്ദേഹം എത്രത്തോളം മാന്യനായിരുന്നു എന്നുള്ളത്. ഈ എല്ലാത്തിനും രണ്ട് വശം ഉണ്ടെന്ന് പറയുന്ന പോലെ പഴയതിലും ജയൻ എന്ന നടനെ ഇഷ്ടമില്ലാത്തവരുണ്ട്. അദ്ദേഹത്തിന് അഭിനയിക്കാൻ അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് ഇങ്ങനത്തെ ചില മോശം വശങ്ങളുണ്ട്, മനുഷ്യനല്ലേ, ദുർബല സാധ്യതകൾ ഉണ്ടായിക്കൂടെ, ദുർബലനായിക്കൂടെ, ഇങ്ങനെ ചിന്തിക്കുന്നവരും ഉണ്ട്. ഇങ്ങനെ ചിന്തിക്കുന്നവരും ഈ മുരളിയെ പൊക്കി പിടിക്കുന്നവരാണ്. അതായത് ഇതിനകത്ത് വേറെ അങ്ങനെ ഒരു കാറ്റഗറി ഉണ്ട്. ജയൻ എന്ന നടനോട് മാനസികമായിട്ട് അസൂയയും കുശുമ്പും സ്വാർത്ഥതയിൽ നിന്ന് ഉടലെടുത്ത ഒരുതരം വിയോജിപ്പുള്ള ഒരു കാറ്റഗറി. മറ്റൊരു കാറ്റഗറി ജാതീയപരമായിട്ട് ഇദ്ദേഹം ജാതി വെച്ച് കളിക്കുന്നുണ്ട് ഈ മുരളി. ഇന്ന ഈ ജാതിയിലുള്ളവർ എന്നെ ഉയർത്തണം, നമ്മൾ ഈ ജാതിയിലുള്ളതായതുകൊണ്ട് നമ്മളെ മറ്റേ കൂട്ടരെ നമ്മളെ അംഗീകരിക്കുന്നില്ല, ഞാൻ ഇങ്ങനൊരു ജാരസന്ധത, ഈ ജാതിയിലുള്ള ജാരസന്ധത ആയതുകൊണ്ടാണ് എന്നെ അക്സെപ്റ്റ് ചെയ്യാത്തത്, ഇങ്ങനൊരു കാറ്റഗറി വേറെ ഉണ്ട്. പിന്നെ ഏറ്റവും പുതിയൊരു ജനറേഷൻ ഉണ്ട്, ഇത് കേട്ടിട്ട് കൺഫ്യൂഷൻ അടിക്കുന്ന ഒരു ജനറേഷൻ ഉണ്ട്. അദ്ദേഹം നല്ലൊരു നടനൊക്കെ ആയിരുന്നായിരിക്കാം, പക്ഷെ എന്തുകൊണ്ടൊരു ദുർബല സാഹചര്യത്തിൽ ഇങ്ങനെ സംഭവിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം ഉന്നം വെച്ചിട്ടാണ് ഈ മനുഷ്യന്റെ കളി. എന്റെ വീട് തിരുവല്ലയിലാണ്. ഞാൻ ജയന്റെ ആരാധകനാണ്. എന്റെ ഫാദറാണ് എന്നേക്കാൾ വലിയൊരു ആരാധകനാണ്. അപ്പൊ ഈ ഒരു ദിവസം നവംബർ 16-ാം തീയതി ഇവിടെ വരണമെന്നുള്ളത് എന്റെ ആഗ്രഹമായിരുന്നു. ഇതുവരെയായിട്ടൊന്നും നടന്നിട്ടില്ല. ആദ്യമായിട്ടാണ് ഈ ഒരു നവംബർ 16 എന്നുള്ളത് ആ ദിവസം ഞാനിവിടെ എത്തുന്നത്. വസന്ത നിലാവു പോലുദിച്ചു വന്നൊരു നവംബറിൻ നഷ്ടമായണഞ്ഞുപോയി. കാർത്തിക ദീപം തെളിയിച്ചു വന്നു മറഞ്ഞുപോയൊരു ശോകാദ്ര സന്ധ്യയിൽ. വസന്ത നിലാവു പോലുദിച്ചു വന്നൊരു നവംബറിൻ നഷ്ടമായണഞ്ഞുപോയി. കാർത്തിക ദീപം തെളിയിച്ചു വന്നു മറഞ്ഞുപോയൊരു ശോകാദ്ര സന്ധ്യയിൽ. താരാപഥത്തിലൊരു വെള്ളി നക്ഷത്രം മിന്നിപ്പൊലിഞ്ഞതെത്ര ക്ഷണമാത്രം.
വിണ്ണിൻ വിലാപമായി അസ്തമിക്കാനോ മധ്യാഹ്നദീപ്തിയിൽ ജ്വലിക്കുന്നു സൂര്യൻ. ജനസഹസ്രങ്ങളിൽ ഹരമായി മാറിയ താരോദയത്തിൻ വർണ്ണപ്രഭാപൂരം. തേവള്ളിയിലുദിച്ച വിശാഖ നക്ഷത്രം മഹാജ്യോതിസായി വെള്ളിത്തിരയിൽ ചിറകറ്റു വീണു വിധിയുടെ കൂരമ്പിൽ ചിറകടിച്ചുല്ലസിച്ചുയർന്നു പറക്കവേ വീരേകി ബലിദാനമായി ജീവിതമുയരങ്ങൾ തേടി പടവുകൾ കയറവേ. വിടർന്ന നയനങ്ങളിൽ ദീപ്തഭാവങ്ങൾ, വിരിഞ്ഞ ചുണ്ടിൽ നിറമന്ദസ്മിതം, ആകാര സൗഷ്ഠവ പുരുഷശക്തി, ശബ്ദ ഗാംഭീര്യത്തിൽ മുഴക്കം. പ്രതിനായക വേഷത്തിലൂഢപ്രപാളിയിൽ ഇതിഹാസനായക ഭാവാധിദേവൻ. കർമ്മപഥത്തിലൂടെ ഏകാന്തപതികനായി ചുവന്ന ചിറകടിച്ചവരെയോ പറന്നുപോയി, എവിടെയോ പറന്നുപോയി. കരുത്തുറ്റ കഥാപാത്രങ്ങളിൽ ജീവിച്ചു കലാഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കെ കാലമാം കരിമ്പനക്കൂട്ടത്തിനിടയിൽ അകാലത്തിലെവിടെയോ മറഞ്ഞുപോയി. ചോളവാരത്തിൻ മൺതരികൾ കേഴും ആത്മനൊമ്പര പുഷ്പചക്രം ചൂടി വിടവാങ്ങിയേതോ അജ്ഞാതതീരത്തനന്തതയിലെവിടെയോ എരിഞ്ഞടങ്ങി. ഒരു ദീനരോദനം കേൾക്കുന്നില്ലേ അകലെ, കാതോർക്കുക ചോളവാരം ഇന്നും കേഴുന്നു. മൂകസാക്ഷിയാം നവംബർ 16 ഗദ്ഗത ഭാവമെന്നും ല്ലോ. കർമ്മരഥത്തിൽ ഒരു തീപ്പന്തമായി കത്തിജ്വലിക്കവേ വേർവട്ടയാത്മാവ് ഉടഞ്ഞു ചിതറിയ സ്വപ്നങ്ങൾ ഇന്നുമാ വിഷാദ ഭൂമിയിൽ തിരയുകയാവാം. അനീതിക്കെതിരെ രോഷം പൂണ്ടാവേശ തിരിനാളം ജ്വലിപ്പിച്ചൊരഗ്നിസ്ഫുലിംഗത്തിൻ വെള്ളിത്തിര ഇളകും ഗർജനം കേൾക്കുന്നോ. കാലചക്രത്തിൻ നാഴിയിലെങ്ങാനും ഒരു പിടി ഭസ്മം മുളങ്കാടകത്തിൻ മണ്ണിൽ ശിഷ്ടമാക്കി കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞുപോയെങ്കിലും അനശ്വര നായകൻ ജീവിക്കുന്നു ഇന്നും ആരാധക ഹൃദയത്തിൽ. ഇന്നും ജീവിക്കുന്നു ആരാധക ഹൃദയത്തിൽ.